മുനീർ പി, അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. നേരിട്ട് അവിടെ ദുരന്ത പ്രതിരോധ രംഗത്ത് സജീവമായിരുന്ന രണ്ടു പേരാണ് നമുക്ക് വേണ്ടി അല്പം മുമ്പ് ചേർന്നത്. ഒന്ന് രഞ്ജിത്ത് ഇസ്രായേൽ, രണ്ട് രഞ്ജിത്തിൻ്റെ സുഹൃത്ത് അവിടെ പ്രതിരോധ രംഗത്തുണ്ടായിരുന്ന കൃഷ്ണദാസ്. ഇന്ന് അർജുൻ്റെ അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വരിയുണ്ട്. വാഹനം അവിടെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന സംശയമുണ്ട് എന്ന്. മുനീറിനോടാണ്. ഹലോ, ഓക്കെ. അത് പിന്നെ അവർ പറഞ്ഞതിൻ്റെ അത് കാര്യമുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് നമ്മളെ എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ വണ്ടി ഇത്രയും നീളമുള്ള 10-32 അടി നീളവും ഇതുള്ള വണ്ടി എവിടെ? അത് ആരും പിന്നെ കണ്ടുപിടിക്കണ്ടേ? കാരണം ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴുകിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ആണ് എന്ന് വിശ്വസിക്കാം. ഈ വണ്ടി ഇത്രയും വലിയ വണ്ടിയും ആ മരങ്ങളും എവിടെ? അതാണ് അറിയാത്തത്. ഈ പിന്നെ ഇവർക്ക് അത് പിന്നെ ആരെങ്കിലും നമ്മൾ ഇത് പറയൂ, അവിടെ നിന്ന് വിഷ്വൽ പറയൂ, അവിടുന്ന് വിളിച്ച് പറയൂ, ഇന്നതാണ് നടക്കുന്നത്, ഇന്നതാണ്. അത് മാത്രമേ ഉള്ളൊരു ഏക ആശ്രയം. ലാസ്റ്റ് പ്രതീക്ഷ ഇന്നായിരുന്നു, അതും നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ ഒരു സംശയം പറയാണ്, ഈ വണ്ടി നിന്ന സ്ഥലത്തു നിന്നും ഈ ഭൂമിയിലോട്ട് താഴ്ന്നു പോകാൻ സാധ്യതയില്ലേ? അത് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ. ഇത് അവിടെ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ശ്രീ രാജഗോപാൽ കമ്മത്തിനോട് തന്നെ ചോദിക്കാം.